ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നേന്ത്രക്കായ വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അസൽ വിഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പച്ച നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്തതാണ്. ഇനി രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നീളത്തിലുള്ള പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അവിയലിൻ്റെ അത്രയ്ക്ക് നീളമൊന്നും വേണമെന്നില്ല. ഈ ഒരു രീതിയിലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലേക്കോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എരിവ് കുറവ് വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഈ കായ വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കായ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കായ വേവില്ല. അത് കാരണം കൊണ്ടാണ്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതൊക്കെ ശരിക്കും മുറിയാത്തതൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായ ഇങ്ങനെ തന്നെ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. കുക്കറിലൊന്നും വേവിക്കരുത്. വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അത് കാരണം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തിളപ്പിച്ചിട്ട് തന്നെ വേവിക്കാം. ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ കായ റെഡിയാവും. അപ്പോൾ അതവിടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവ് വേണ്ടവർ ഒന്നെടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ 4-5 ചെറിയ ഉള്ളി എടുക്കാം. അതും ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ ചതച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് ചതയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 4 അല്ലിയൊക്കെ എടുക്കാം. ഇത് ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചതച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തേങ്ങയുടെ ആ നനവുള്ളിൽ ചതച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ചമ്മന്തിക്കൊക്കെ ചതച്ചെടുക്കുന്ന പോലെ തന്നെ എടുത്താൽ മതിയാവേ. പിന്നെ വേണ്ടത് വാളംപുളിയാണ്. ഒരു ചെറിയ കഷ്ണം വാളംപുളി. നമ്മൾ ഒത്തിരി ഒന്നും വേണ്ട. ചെറിയൊരു നമ്മൾ അവിയലിന് തൈരൊക്കെ ചേർക്കുന്ന പോലെ ഒരു നേരിയ പുളിരസത്തിന് വേണ്ടി മാത്രം എടുത്താൽ മതി. പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കായൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്ത പുളി മുഴുവനായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടൊന്നുമില്ലേ, കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളേ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ അരപ്പ് എല്ലാ സൈഡിലേക്കൊക്കെ ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒത്തിരി കുത്തി ഉടയ്ക്കേണ്ട. അപ്പോൾ നമ്മുടെ കായ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പതുക്കെ തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി വരട്ടെ. അപ്പോഴേക്കും ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരും. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കായ വെച്ചിട്ടുള്ള റെസിപ്പി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നിരുന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു കുഴച്ചിലൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ, ചൂടാക്കാത്ത പച്ച വെളിച്ചെണ്ണയും കൂടെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അവിയലിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് അവിയൽ തന്നെയാണല്ലോ ചോദിക്കുമ്പോൾ അവിയലല്ല. നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് അതിനൊരു വേറെ രുചിയാണ്. പിന്നെ തേങ്ങ നമ്മളുടെ മീൻ പീരൊക്കെ പോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും അല്ല കേട്ടോ. ഇത് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഇതോടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കായ റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് കായയുടെ റെസിപ്പികൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.
താങ്ക് യു.